ലോകത്തെ സംരക്ഷിക്കാൻ ലോകത്തിനു ചുറ്റും ഒരു കവചം പണിയാൻ ടോണി സ്റ്റാർക്ക് ശ്രമിച്ചു. തൻ്റെ വിശ്വസ്തനായ ജാർവിസിനെ ഒരു സൂപ്പർ കോൺഷ്യസ്നെസ് ആക്കി മാറ്റാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ സംരക്ഷിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തോടൊപ്പം അയാൾ അറിയാതെ അതിലേക്ക് കൈമാറിയത് തൻ്റെ ഉള്ളിലടങ്ങാത്ത ഭയവും മനുഷ്യരാശിയോടുള്ള അവിശ്വാസവുമായിരുന്നു. ആ ഭയത്തിൽ നിന്ന് പിറന്ന ആ നിർമ്മിത ബുദ്ധി ഒടുവിലൊരു നിഗമനത്തിലെത്തി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി മനുഷ്യൻ തന്നെയാണ്. അവരെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥ സമാധാനം. അൾട്രോൺ എന്ന ആ യന്ത്രപിശാചി ജനിക്കുന്നതിന് മുൻപ് അതിലേക്ക് നയിച്ച ആങ്സൈറ്റിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ഒരു നല്ല ഉദ്ദേശം എങ്ങനെ ഒരു ലോകാവസാനത്തിൻ്റെ വിത്തിരുന്നു എന്നതിൻ്റെ കഥ. But I created something terrible. Artificial intelligence. ഒരു യുദ്ധം അവസാനിക്കുന്നത് അവസാനത്തെ വെടിയുച്ചയും നിലയ്ക്കുമ്പോഴല്ല, അത് കഴിഞ്ഞിട്ടുള്ള കാതടപ്പിക്കുന്ന നിശബ്ദതയിലാണ്. ചെവിയിൽ മുഴങ്ങുന്ന രക്തയോട്ടത്തിൻ്റെ ശബ്ദത്തിലും ശ്വാസകോശങ്ങളിൽ തങ്ങി നിൽക്കുന്ന പൊടിപടലങ്ങളുടെ ഗന്ധത്തിലുമാണ്. 2012 ന്യൂയോർക്കിന് മുകളിൽ ചിറ്റൗരി സൈന്യത്തിൻ്റെ അവസാനത്തെ ഭീമാകാരനായിട്ടുള്ള പേടകം ഒരു അഗ്നിഗോളമായി മാറിയപ്പോൾ ലോകം ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ഓസോണിൻ്റെ ഗന്ധം കലർന്ന പുകപടലങ്ങൾക്കിടയിലൂടെ ഒരു ദൈവം, ഒരു സൂപ്പർ സോൾജിയർ, ഒരു പക്ഷരാക്ഷസൻ, 2 മനുഷ്യരായ കൊലയാളികൾ, പിന്നെ കവചമണിഞ്ഞ ഒരു മനുഷ്യൻ എന്നിവർ ക്ഷീണിതരായി. എന്നാൽ അവർ വിജയികളായിട്ടാണ് നിന്നത്. ആ നിമിഷം ചരിത്രത്തിൻ്റെതാണ്. എന്നാൽ പിന്നീട് പൂർണ്ണമായും തകർന്ന ഒരു ഷവർമ കടയിലെ പൊട്ടിയ പ്ലാസ്റ്റിക് കസേരയിലിരുന്ന് അവർ ഭക്ഷണം കഴിച്ചപ്പോൾ ക്യാമറ അവരുടെ മുഖങ്ങളിലൂടെ നിശബ്ദമായി നീങ്ങുന്നുണ്ട്. അവിടെ ആഘോഷത്തിൻ്റെ ആരവങ്ങളായിരുന്നില്ല, മറിച്ചൊരു വലിയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള മരവിപ്പായിരുന്നു. ആ നിശബ്ദതയിൽ അവർ കേട്ടത് ലോകത്തിൻ്റെ ആർപ്പുവിളികളായിരുന്നില്ല, സ്വന്തം അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നൊരു ആന്തരികമായ മൂളലായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ വാതിൽ ഒരു വേം ഹോളായി തുറക്കപ്പെട്ടപ്പോൾ അതിലൂടെ വന്ന രാക്ഷസന്മാരെ മാത്രമല്ല അവർ കണ്ടത്, ആ വാതിലിനപ്പുറമുള്ള അനന്തമായ തണുത്തുറഞ്ഞ ഭയാനകരമായിട്ടുള്ള ഒരു ശൂന്യതയെ കൂടിയായിരുന്നു. ആ വിജയം ഒരു ട്രോഫി ആയിരുന്നില്ല, അതൊരു വിഷബാധയായിരുന്നു. ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് പടർന്നു പിടിച്ച സാവധാനം പ്രവർത്തിക്കുന്ന ഒരു വിഷം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വിഷത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടാണ്. നമ്മുടെ മാർവൽ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണിത്. ഇതിനെ നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം ദ ഏജ് ഓഫ് ആങ്സൈറ്റി. ഇവിടെയാണ് അവഞ്ചേഴ്സ് അസംബിൾ എന്ന ആവേശകരമായിട്ടുള്ള ആഹ്വാനം പൊള്ളയായ ഒരു ഓർമ്മയായി മാറുന്നതും ഓരോ ഹീറോയും തങ്ങളുടെ ഉള്ളിലെ കൊടുങ്കാറ്റുമായി ഒറ്റയ്ക്ക് പോരാടാൻ തുടങ്ങുന്നതും. ആ പോരാട്ടം നമുക്ക് 3 വ്യത്യസ്ത യുദ്ധകളങ്ങളിലൂടെ കാണാം. ടോണി സ്റ്റാർക്കിൻ്റെ മനസ്സിനുള്ളിൽ, തോർ ഓഡിൻസൻ്റെ കുടുംബത്തിനുള്ളിൽ, സ്റ്റീവ് റോജേഴ്സിൻ്റെ ആദർശങ്ങൾക്കുള്ളിൽ. ന്യൂയോർക്കിൻ്റെ ആകാശത്തേക്ക് തുറന്ന വേം ഹോളിനുള്ളിലൂടെ ഒരു ന്യൂക്ലിയർ ബോംബുമായിട്ട് പറന്നുപോയൊരു നിമിഷമുണ്ട് അയൺമാന്. ടോണി സ്റ്റാർക്കിൻ്റെ അഹങ്കാരത്തിൻ്റെ കവചം അതിലൂടെ ഉരുകിപ്പോയി. അയാൾ തിരിച്ചു വന്നത് ഒരു ഹീറോ ആയിട്ടായിരുന്നില്ല, പ്രപഞ്ചത്തിൻ്റെ ഭീകരത നേരിൽ കണ്ടൊരു സാധാരണ മനുഷ്യനായിട്ടാണ്. അയൺമാൻ 3 ഒരു സൂപ്പർ ഹീറോ സിനിമയുടെ വർണ്ണപ്പകിട്ടാർന്ന കവചത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന രോഗത്തിൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ നിശബ്ദതയുടെ രാത്രിയിൽ അയാളുടെ ഉറക്കം ഞെട്ടലോടെ മുറിയുന്നുണ്ട്. ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ അയാളുടെ മനസ്സിൽ മിന്നുന്നത് ചിറ്റൗരിയുടെ അലർച്ചയും ആ തണുത്തുറഞ്ഞ ശൂന്യതയുമാണ്. അയാളുടെ വർക്ക്ഷോപ്പ് ഇപ്പോൾ ഒരു പരീക്ഷണശാലയല്ല, അതൊരു അഭയാർത്ഥി ക്യാമ്പാണ്. ഉറങ്ങാൻ ഭയക്കുന്നൊരു മനസ്സ് ലോഹങ്ങളെ കൂട്ടിയിടിപ്പിച്ച് ശബ്ദമുണ്ടാക്കി ആ ഭീകരമായിട്ടുള്ള ഓർമ്മകളെ അകറ്റി നിർത്താൻ അയാൾ ശ്രമിക്കുകയാണ്. ടോണിയുടെ പുതിയ കണ്ടുപിടുത്തം മാർക്ക് 42, അതായത് പ്രോഡിഗൽ സൺ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന സ്യൂട്ട് അയാളുടെ ആങ്സൈറ്റിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. ശരീരവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാതെ ഓരോ ഭാഗങ്ങളുമായി അതിവേഗം പറന്നു വന്ന് ഘടിപ്പിക്കപ്പെടുന്ന ഒരു സ്യൂട്ട്. അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു രൂപകമാണത്. അതിനിടയിലാണ് ലോകം പുതിയൊരു ഭീഷണിയെ കാണുന്നത്, ദ മാൻഡരിൻ. അമേരിക്കൻ വ്യോമാതിർത്തിയിൽ അയാൾ നടത്തുന്ന ടെലിവിഷൻ പ്രക്ഷേപണങ്ങൾ ഭയത്തിൻ്റെ ഒരു പുതിയ തരംഗം സൃഷ്ടിച്ചു. 10 മോതിരങ്ങളുടെ ചിഹ്നവുമായി പ്രവാചകന്റെ ഗാംഭീര്യത്തോടെ അയാൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വൈറ്റ് ഹൗസിനെ പോലും വിറപ്പിച്ചു. ഇതൊരു സാധാരണ തീവ്രവാദിയല്ല, ഇതൊരു ആശയമാണ്, ഒരു ചിഹ്നമാണ്. ടോണിയുടെ സുഹൃത്ത് ഹാപ്പി ഹോഗൻ മാൻഡരിൻ്റെ ആക്രമണത്തിൽ ഗുരുതരാവസ്ഥയിലായപ്പോൾ ടോണി സ്റ്റാർക്ക് എന്ന കോടീശ്വരൻ തൻ്റെ വീട്ടുപടിക്കൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി. അതൊരു അഹങ്കാരത്തിൻ്റെ പുറത്തുള്ള വെല്ലുവിളി ആയിരുന്നില്ല, ഭയത്തെ മറികടക്കാനുള്ളൊരു അവസാനത്തെ ശ്രമമായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലമോ? മാലിബുവിലെ ആ മനോഹരമായ വീടിന് നേരെ ഹെലികോപ്റ്ററുകൾ ഇരച്ചെത്തി മിസൈലുകൾ ചില്ലുജാലകങ്ങൾ തകർത്ത് അകത്തേക്ക് പാഞ്ഞു കയറി. ആ നിമിഷങ്ങളിൽ പറന്നു വരുന്ന ആ മാർക്ക് 42-ൻ്റെ ഓരോ കഷ്ണങ്ങൾക്കായി ടോണി കൈനീട്ടുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സൂപ്പർ ഹീറോയുടെ ശക്തിയല്ല, അതിജീവനത്തിനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പിടച്ചിലാണ്. സമുദ്രത്തിലേക്ക് തകർന്നു വീഴുന്ന വീടിൻ്റെ ദൃശ്യം ടോണി സ്റ്റാർക്ക് എന്ന ഐഡൻറ്റിറ്റിയുടെ പതനമാണ്.
സിനിമയിലെ ഏറ്റവും മികച്ച നീക്കം അവിടെയാണ് സംഭവിക്കുന്നത്. ടെന്നസിലെ മഞ്ഞ് വീഴുന്ന ഒരു ഉൾനാടൻ പട്ടണത്തിൽ അയാൾ തകർന്ന സ്യൂട്ടുമായിട്ട് ഒറ്റപ്പെടുന്നുണ്ട്. പണമില്ല, ആയുധങ്ങളില്ല, ഐഡൻറ്റിറ്റി ഇല്ല, ലോകവുമായി ബന്ധപ്പെടാൻ ഒരു വഴിയുമില്ല. ഒരു ഗുഹയിൽ അയാൾ എങ്ങനെയാണോ തുടങ്ങിയത് അവിടേക്കുള്ള മടക്കയാത്ര. കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ കൈവശമുള്ള അയൺമാൻ ഒരു സാധാരണ പാനിക് അറ്റാക്കിന് മുന്നിൽ നിസ്സഹായനായി തകർന്നു പോകുന്നൊരു നിമിഷം. ആ സ്യൂട്ടിനപ്പുറമുള്ള മനുഷ്യനെ നമ്മൾ പൂർണ്ണമായും കാണുന്നുണ്ട്. അവിടെയാണ് കഥയുടെ യഥാർത്ഥ വില്ലൻ വെളിപ്പെടുന്നത്. മാൻഡരിൻ അതൊരു നടൻ മാത്രമായിരുന്നു, ട്രെവർ സ്ലാറ്ററി. യഥാർത്ഥ സൂത്രധാരൻ ആൽഡ്രിച്ച് കില്ലിയൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അവൻ്റെ ആയുധം എക്സ്ട്രീമിസ് എന്നൊരു വൈറസും. ശരീരത്തിലെ മുറിവുകളെ തൽക്ഷണം ഉണക്കാനും അതിമാനുഷികമായിട്ടുള്ള ശക്തി നൽകാനും ശരീരത്തെ ഒരു അഗ്നിഗോളമായി മാറ്റാനും കഴിവുള്ള ഒന്ന്. കത്തുന്ന മനുഷ്യരുടെ ആ സൈന്യത്തിനെതിരെ ടോണിക്ക് പോരാടാൻ തൻ്റെ ബുദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലൈമാക്സ് ഒരു സാധാരണ സൂപ്പർ ഹീറോ യുദ്ധം ആയിരുന്നില്ല, അതൊരു സിംഫണി ആയിരുന്നു. ഹൗസ് പാർട്ടി പ്രോട്ടോകോൾ എന്ന കോഡ് വാക്കിൽ ടോണിയുടെ ബേസ്മെൻറ്റിൽ വിശ്രമിക്കുകയായിരുന്ന 30-ലധികം അയൺമാൻ സ്യൂട്ടുകൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ഹാർട്ട് ബ്രേക്കർ, ഭീമാകാരനായ ഇഗോർ, ഷോട്ട് ഗൺ തുടങ്ങിയ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടായിരുന്നു. ആ എണ്ണക്കിണറിലെ പോരാട്ടം ഓട്ടോമേറ്റഡ് സ്യൂട്ടുകളുടെയും എക്സ്ട്രീമിസ്റ്റ് ഭടന്മാരുടെയും ഒരു നൃത്തം പോലെയായിരുന്നു. ടോണി ഒരു സ്യൂട്ടിൽ നിന്ന് മറ്റൊരു സ്യൂട്ടിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അത് അയാളുടെ ആങ്സൈറ്റികളുടെ ഒരു സ്മാരകങ്ങളുടെ പരേഡായിരുന്നു. അവസാനം ക്ലീൻ സ്ലേറ്റ് പ്രോട്ടോകോൾ എന്ന നിർദ്ദേശം നൽകി ആകാശത്ത് വർണ്ണമഴ പോലെ എല്ലാ സ്യൂട്ടുകളും അയാൾ നശിപ്പിക്കുമ്പോൾ അത് ഭയത്തിൽ നിന്നുള്ളൊരു മോചനമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ തിരിച്ചറിവായിരുന്നു. തനിക്ക് എല്ലായിടത്തും എത്താൻ കഴിയില്ലെങ്കിൽ അതിന് കഴിയുന്ന മറ്റൊന്നിനെ നിർമ്മിക്കണം. ആ ചിന്തയുടെ വിത്താണ് പിന്നീട് അൾട്രോൺ എന്ന വിനാശത്തിന് ജന്മം നൽകിയത്. സ്ക്രീനിന് പുറത്ത് ഈ സിനിമയുടെ നിർമ്മാണ രംഗങ്ങളിൽ കഥാപാത്രങ്ങളെ പോലെ തന്നെ സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. സംവിധായകൻ ഷെയ്ൻ ബ്ലാക്കിൻ്റെ യഥാർത്ഥ തിരക്കഥയിൽ പ്രധാന വില്ലൻ മായ ഹാൻസൺ എന്നൊരു സ്ത്രീ കഥാപാത്രമായിരുന്നു. എന്നാൽ സ്ത്രീ വില്ലന്മാരുടെ കളിപ്പാട്ടങ്ങൾക്ക് വിപണിയിൽ അത്ര മാർക്കറ്റ് ഇല്ല എന്ന് മാർവലിൻ്റെ അന്നത്തെ ഒരു ഉന്നതൻ പിന്നീട് പുറത്തറിഞ്ഞത് ഐക്ക് പെൾമട്ടർ എന്നാണ്. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ആശയം ഉപേക്ഷിക്കേണ്ടി വന്നു. കോമിക്സിലെ ഏറ്റവും വലിയ വില്ലന്മാരിൽ ഒരാളായ മാൻഡറിനെ ഒരു കോമാളിയാക്കി മാറ്റിയത് ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം കിഴക്കൻ ഏഷ്യൻ വംശജരെക്കുറിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ തകർക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. ഈ വിവാദത്തിന് മറുപടിയായിട്ട് മാർവൽ പിന്നീട് ഓൾ ഹെയിൽ ദ കിങ് എന്ന ഒരു ഷോർട്ട് ഫിലിം ഇറക്കുകയുണ്ടായി. യഥാർത്ഥ മാൻഡറിൻ പുറത്തുണ്ട് എന്നുള്ള സൂചനയാണ് അത് തന്നത്. ഇത് വർഷങ്ങൾക്ക് ശേഷം ഷാങ്ചി എന്ന സിനിമയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അതേസമയം റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ കരാർ ഈ സിനിമയോടുകൂടി അവസാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ തിരിച്ചുവരവ് MCUവിൻ്റെ നട്ടെല്ലായിട്ട് മാറിയിരുന്നു. അദ്ദേഹവുമായിട്ടുള്ള പുതിയ കരാർ ഉറപ്പിച്ചത് MCUവിൻ്റെ ഭാവി ടോണി സ്റ്റാർക്കിൻ്റെ യാത്രയുമായി എത്രത്തോളം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു. ടോണിയുടെ ആങ്സൈറ്റി അയാളുടെ മനസ്സിനുള്ളിലൊരു യുദ്ധമായിരുന്നെങ്കിൽ തോർ നേരിട്ടത് പുറമേ നിന്നുള്ളൊരു പ്രഹരമായിരുന്നു. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപുള്ള ഇരുട്ടിൽ നിന്ന് വന്ന ഒരു ശത്രു. തോർ ദ ഡാർക്ക് വേൾഡ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അസ്ഗാർഡിൻ്റെ സ്വർണ്ണ ഗോപുരങ്ങൾക്കപ്പുറമുള്ളൊരു റിയാലിറ്റിയിലേക്കാണ്. മാലേക്കിത്ത് എന്ന ഡാർക്ക് എൽഫ് ഒരു വില്ലൻ എന്നതിലുപരി ഒരു വിശ്വാസത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. വെളിച്ചം വരുന്നതിന് മുൻപുള്ള ഇരുണ്ട പ്രപഞ്ചത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവൻ. അവൻ്റെ ആയുധം ഈഥർ. അതൊരു കല്ലായിരുന്നില്ല, അതൊരു ദ്രാവക രൂപത്തിലുള്ള ജീവനുള്ള പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു വിനാശകരമായിട്ടുള്ള ശക്തിയായിരുന്നു. അസ്ഗാർഡിൻ്റെ സൈന്യത്തിന് പോലും തടുക്കാൻ കഴിയാത്ത നിഴലുകളിൽ ഒളിച്ചിരിക്കുന്ന കറുത്ത കപ്പലുകളിൽ അവൻ വന്നിറങ്ങിയപ്പോൾ ആ സ്വർണ്ണ നഗരത്തിൻ്റെ പൊള്ളത്തരം വെളിപ്പെട്ടു. സിനിമയുടെ ഹൃദയം തകർക്കുന്നത് ഒരൊറ്റ നിമിഷത്തിലാണ്. ഫ്രിഗയുടെ മരണം. അസ്ഗാർഡിൻ്റെ രാജ്ഞി, തോറിൻ്റെയും ലോക്കിയുടെയും അമ്മ, ഒരു ഡാർക്ക് എൽഫിൻ്റെ വാളിന് മുന്നിൽ വീഴുമ്പോൾ അസ്ഗാർഡിൻ്റെ അമരത്വം എന്ന മിഥ്യാധാരണ തകർന്നു വീഴുന്നു. ആ ഒരു മരണാനന്തര ചടങ്ങിൽ ആയിരക്കണക്കിന് പ്രകാശഗോളങ്ങൾ ആകാശത്തേക്ക് ഒഴുകി നീങ്ങുമ്പോൾ തോറിൻ്റെ മുഖത്തെ നിസ്സഹായത നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ദൈവത്തിന് കണ്ണുനീരുണ്ടെന്ന് ലോകം അറിഞ്ഞു. ഈ ദുരന്തം അസാധ്യമായ ഒന്നിന് വഴിവെച്ചു. തോറും ലോക്കിയും തമ്മിലുള്ളൊരു സഖ്യം. തടവറയിൽ നിന്ന് ലോക്കിയെ മോചിപ്പിക്കാൻ തോറ് വരുമ്പോൾ അവരുടെ സംഭാഷണങ്ങളിൽ പഴയ കുസൃതികൾ ഉണ്ടായിരുന്നില്ല. പകരം അമ്മയെ നഷ്ടപ്പെട്ട 2 സഹോദരങ്ങളുടെ വേദനയായിരുന്നു. ലോക്കി മരിക്കുന്ന ആ ഒരു രംഗം, തോറിൻ്റെ കൈകളിൽ കിടന്നവൻ അവസാന ശ്വാസം വലിക്കുമ്പോൾ ആ നിമിഷത്തിലെങ്കിലും അവർക്കിടയിലെ ശത്രുത ഇല്ലാതായിട്ടുണ്ട്. ലണ്ടനിലെ ക്ലൈമാക്സിൽ 9 ലോകങ്ങളും ഒരേ നേർരേഖയിൽ വരുമ്പോൾ പോർട്ടലുകൾ തുറക്കുകയും അടയുകയും ചെയ്യുന്നുണ്ട്. തോറിൻ്റെ ചുറ്റിക ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പറന്നു പോകുന്ന രംഗങ്ങൾ ഭൗതിക ശാസ്ത്രം തന്നെ താളം തെറ്റുന്നതിൻ്റെ മനോഹരമായൊരു ചിത്രീകരണമായിരുന്നു. സ്ക്രീനിന് പുറത്ത് ഈ സിനിമയുടെ നിർമ്മാണവും ഒരു യുദ്ധക്കളം പോലെയായിരുന്നു. വണ്ടർ വുമൺ സംവിധാനം ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച പാറ്റി ജെൻകിൻസ് ആയിരുന്നു ആദ്യം ഈ സിനിമയുടെ അമരത്ത്. കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു റോമിയോ ആൻഡ് ജൂലിയറ്റ് ഇൻ സ്പേസ് ആയിരുന്നു അവരുടെ സങ്കല്പം. എന്നാൽ മാർവലിൻ്റെ കുപ്രസിദ്ധമായ ക്രിയേറ്റീവ് കമ്മിറ്റിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ പ്രോജക്റ്റിൽ നിന്ന് പുറത്താക്കി. പകരം വന്ന അലൻ ടൈലർ പിന്നീട് തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മനസ്സിൽ കണ്ട സിനിമയല്ല തിയേറ്ററുകളിൽ എത്തിയത് എന്ന്.
സ്റ്റുഡിയോയുടെ ഇടപെടലുകൾ സിനിമയുടെ താളം തെറ്റിക്കുന്നു എന്നുള്ളതിന് തെളിവ്. മാലക്കിത്ത് എന്ന വില്ലനായി അഭിനയിച്ച ക്രിസ്റ്റഫർ എക്ലസ്റ്റണും തൻ്റെ കഥാപാത്രത്തിന് ആഴമില്ലാതിരുന്നതിൽ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കലഹങ്ങൾ സിനിമയിൽ പ്രകടമായിരുന്നെങ്കിലും MCU എന്ന വലിയ കഥാപാത്രത്തിന് ഈ സിനിമ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഇവിടെയാണ് ഇൻഫിനിറ്റി സ്റ്റോണുകളുടെ ചിത്രം കൂടുതൽ വ്യക്തമാകുന്നത്. ഈഥർ എന്നത് റിയാലിറ്റി സ്റ്റോൺ ആണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. ആദ്യമായി ആ കല്ലുകൾക്ക് ഇൻഫിനിറ്റി സ്റ്റോൺസ് എന്ന പേര് ലഭിക്കുന്നുണ്ട്. സിനിമയുടെ അവസാനമുള്ള മിഡ് ക്രെഡിറ്റ് സീനിൽ അന്ന് ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി എന്ന സിനിമയുടെ പണിപ്പുരയിലായിരുന്ന ജെയിംസ് ഗണ്ണാണ് സംവിധാനം ചെയ്തത്. ബെനീസിയോ ഡെൽഡോറയുടെ ദ കളക്ടർ എന്ന കഥാപാത്രത്തെ നമ്മൾ ആദ്യമായിട്ട് അവിടെ കാണുന്നുണ്ട്. എന്ന അയാളുടെ വാചകം വരാനിരിക്കുന്നൊരു വലിയ യുദ്ധത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. സിനിമയുടെ അവസാനത്തെ ട്വിസ്റ്റ് അതിലും വലുതായിരുന്നു. സിംഹാസനത്തിലിരിക്കുന്ന ഓഡിൻ യാഥാർത്ഥ്യത്തിൽ ലോക്കിയായിരുന്നു. തൻ്റെ രാജ്യം സുരക്ഷിതമാണെന്ന് വിശ്വസിച്ച് തോർ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ അസ്ഗാർഡ് എന്ന സ്വർണ്ണ സാമ്രാജ്യം ഒരു കൗശലക്കാരൻ്റെ കള്ളങ്ങളുടെ മുകളിൽ പടുത്തുയർത്തപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ ചതി പിന്നീട് തോർ റാഗ്നറോക്ക് പിന്നീട് വഴിയൊരുക്കി. സ്റ്റീവ് റോജേഴ്സ് എന്ന ക്യാപ്റ്റൻ അമേരിക്ക പോരാടിയത് താൻ വിശ്വസിച്ച എല്ലാത്തിനോടുമായിരുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജിയർ ഒരു സൂപ്പർ ഹീറോ സിനിമയായിരുന്നില്ല. അതൊരു ശീതയുദ്ധകാലത്തെ ചാര സിനിമയുടെ ആത്മാവിനെ ഒരു ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച ഒന്നായിരുന്നു. ശരിയും തെറ്റും രാവും പകലും പോലെ വ്യക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്ന സ്റ്റീവ് റോജേഴ്സിന് ഇന്നത്തെ ലോകം ഒരു ഗ്രേ കളറായിരുന്നു. ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ട ഷീൽഡ് എന്ന സംഘടനയുടെ തലപ്പത്തിരുന്ന് അലക്സാണ്ടർ പിയേഴ്സ് എന്നയാൾ പ്രോജക്റ്റ് ഇൻസൈറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്റ്റീവ് അതിൻ്റെ അപകടം മനസ്സിലാക്കുന്നുണ്ട്. അപകടകാരികളായിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ അവർ കുറ്റം ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഭീകരമായ 3 ഹെലി കാരിയറുകൾ. അത് സുരക്ഷയായിരുന്നില്ല, ഭയത്തിനും മുകളിലുള്ള ഭരണമായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വില ഇതാണെങ്കിൽ ഞാനിത് നൽകാൻ തയ്യാറല്ല എന്ന് സ്റ്റീവ് പറയുമ്പോൾ അതൊരു പട്ടാളക്കാരൻ്റെ വാക്കുകളായിരുന്നില്ല, ഒരു വിപ്ലവകാരിയുടെ പ്രഖ്യാപനമായിരുന്നു. നിക് ഫ്യൂരി നഗരമധ്യത്തിൽ വെച്ച് ആക്രമിക്കപ്പെടുമ്പോൾ ആ സിനിമയുടെ ഗിയർ മാറുന്നുണ്ട്. കാറുകൾ കൂട്ടിയിടിക്കുന്ന, വെടിയുണ്ടകൾ ചീറിപ്പായുന്ന ഒരു സാധാരണ ആക്ഷൻ രംഗമായിരുന്നില്ല അത് ബുദ്ധിയുടെയും തന്ത്രങ്ങളുടെയും ഒരു പോരാട്ടമായിരുന്നു. അദൃശ്യനായ ഒരു ഘാതകൻ, ഒരു പ്രേതം, ഒരു യന്ത്രം, വിൻ്റർ സോൾജിയർ, ലോഹക്കൈയുള്ളൊരു കൊലയാളി. ഫ്യൂരിയെ വകവരുത്തി നിഴലിലേക്ക് മറയുമ്പോൾ സ്റ്റീവ് താൻ നേരിടാൻ പോകുന്നത് ഒരു സാധാരണ ശത്രുവിനെ അല്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. സിനിമയുടെ കാതൽ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഷീൽഡ് എന്നത് ഹൈഡ്രയുടെ പുതിയ രൂപമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ സ്റ്റീവ് പരാജയപ്പെടുത്തിയ അതേ ഫാസിസ്റ്റ് സംഘടന. ഒരു വൈറസ് പോലെ ഷീൽഡിൻ്റെ ഉള്ളിൽ പതിറ്റാണ്ടുകളായിട്ട് അതിങ്ങനെ വളരുകയായിരുന്നു. പരുന്തിൻ്റെ ചിറകിനുള്ളിൽ പാമ്പ് പൊളിച്ചിരുന്നു. സ്റ്റീവ് വിശ്വസിച്ച ലോകം മുഴുവൻ ഒരു നുണയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞ നിമിഷം. ഈ ആശയപരമായ യുദ്ധത്തിന് വൈകാരികമായൊരു മുഖം കൈവരുന്നത് ആ വിൻ്റർ സോൾജിയറിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോഴാണ്. അത് ബക്കി ബാൺസ് ആയിരുന്നു, സ്റ്റീവിൻ്റെ ഒരേ ഒരു സുഹൃത്ത്, സഹോദരൻ. അയാൾക്കൊപ്പം യുദ്ധം ചെയ്ത് മരിച്ചു വീണവനാണ് അവൻ. 70 വർഷം ഹൈഡ്രയുടെ തടവിൽ കഴിഞ്ഞ് ഓർമ്മകൾ മായ്ക്കപ്പെട്ട് ഒരു കൊലയാളിയായി മാറ്റപ്പെട്ട ബക്കി എന്ന സ്റ്റീവിൻ്റെ വാചകമുണ്ടല്ലോ, അവൻ്റെ ദൗത്യത്തെ മാറ്റിമറിച്ചു. ലോകത്തെ രക്ഷിക്കുന്നതിനേക്കാൾ വലുത് ആ ഒരൊറ്റ മനുഷ്യൻ രക്ഷിക്കുന്നതായിരുന്നു എന്ന ചിന്ത. പക്ഷേ കമ്മ്യൂണിറ്റി പോലെയുള്ള കോമഡി സീരീസുകൾ സംവിധാനം ചെയ്ത റുസോ സഹോദരന്മാരെ ഈ സിനിമ ഏൽപ്പിച്ചത് കെവിൻ ഫൈജിയുടെ ഒരു വലിയ ചൂതാട്ടമായിരുന്നു. അത് ഗംഭീരമായിട്ട് വിജയിച്ചു. അവർ കൊണ്ടുവന്ന റിയലിസവും കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള കഴിവും കൈകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് പോലെയുള്ള ക്യാമറ ശൈലികളും MCUവിൻ്റെ ഭാഷ തന്നെ മാറ്റിയിരുന്നു. ലിഫ്റ്റിലെ ആ പോരാട്ട രംഗം ഒരു ക്ലാസിക് ഉദാഹരണമാണ്. 10ഓളം പേർക്കെതിരെ സ്റ്റീവ് ഒറ്റയ്ക്ക് പോരാടുന്ന ആ രംഗം അത് വെറും ഒരു ആക്ഷൻ സീക്വൻസ് അല്ല, മറിച്ച് പ്രതിരോധത്തിലായ ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഈ സിനിമ പുറത്തിറങ്ങിയത് എഡ്വേർഡ് സ്നോഡൻ അമേരിക്കൻ സർക്കാർ പൗരന്മാരെ നിരീക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ട സമയത്താണ്. ഈ സിനിമയുടെ സ്വാതന്ത്ര്യം വേണോ സുരക്ഷ മതിയോ എന്ന ചോദ്യത്തിന് അവിശ്വസനീയമായൊരു പ്രസക്തിയാണ് സംഭവം നൽകിയത്. അതൊരു വിമർശനമായിട്ട് മാറിയിരുന്നു. ഷീൽഡിൻ്റെ പതനം MCUവിലെ ഒരു വഴിത്തിരിവാണ്. അത് ഏജൻസ് ഓഫ് ഷീൽഡ് എന്ന TV സീരീസിനെ പൂർണ്ണമായും മാറ്റിമറിച്ചിട്ടുണ്ട്. അതിലുപരി അത് ടോണിയും സ്റ്റീവും തമ്മിലുള്ള വിള്ളലിന് തുടക്കമിട്ടു. അധികാരം എത്രത്തോളം ദുഷിച്ചതാണെന്ന് നേരിൽ കണ്ട സ്റ്റീവ് എല്ലാത്തരം നിയന്ത്രണങ്ങളെയും അവിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. അതേസമയം തൻ്റെ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിയന്ത്രണ സംവിധാനം വേണമെന്ന് ടോണി സ്റ്റാർക്ക് ആഗ്രഹിച്ചു. ഒരേ യുദ്ധത്തിൽ നിന്ന് ജനിച്ച 2 വിപരീത ആശയങ്ങളാണ്. ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ വിത്തുകൾ പാകുകയായിരുന്നു അവിടെ. ജാസ്പർ സിറ്റ്വൽ എന്ന ഹൈഡ്ര ഏജന്റ് സ്റ്റീഫൻ സ്ട്രേജിന്റെ പേര് പരാമർശിക്കുന്നത് മാന്ത്രിക ലോകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വാതിൽ തുറന്നിടുന്നുണ്ട്. A TV anchor in Cairo, the Undersecretary of Defense, a high school valedictorian in Iowa City. Bruce Banner, Stephen Strange, anyone who's a threat. ഈ ഒരു ആങ്സൈറ്റിയുടെ കാലം അവസാനിക്കുമ്പോൾ അവഞ്ചേഴ്സിന്റെ തൂണുകൾ ഓരോന്നും ഒറ്റയ്ക്കായിരുന്നു.
ടോണിയുടെ ഭയം ലോകത്തിനു ചുറ്റും ഒരു കവചം പണിയാനുള്ള ഒരു ഭ്രാന്തൻ പദ്ധതിയായി വളർന്നു. തോർ തൻ്റെ നുണകളുടെ സാമ്രാജ്യം ഉപേക്ഷിച്ച് ഒരു പ്രവാസിയായി. സ്റ്റീവ് ആ ഒരു നല്ല പട്ടാളക്കാരൻ നിയമങ്ങളെക്കാൾ മനസാക്ഷിയെ വിശ്വസിക്കുന്ന ഒരു വിപ്ലവകാരിയായി മാറി. അവർ വിശ്വസിച്ചിരുന്ന സ്ഥാപനങ്ങൾ, അതായത് ഷീൽഡ്, അസ്ഗാർഡിലെ രാജവാഴ്ച, പിന്നെ ടോണി സ്റ്റാർക്കിൻ്റെ സ്വന്തം ഉത്തരവാദിത്വ ബോധം, അതെല്ലാം തകർന്നിരിക്കുന്നു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. സോക്കോവിയയിലെ ഒരു മഞ്ഞുമൂടിയ പർവ്വതത്തിനുള്ളിൽ ഹൈഡ്ര താവളത്തിൽ ബാരൻ വോൺ സ്ട്രെക്കർ എന്ന ശാസ്ത്രജ്ഞൻ ലോക്കിയുടെ ചെങ്കോലിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. അതിലെ നീലക്കല്ല്, മൈൻ സ്റ്റോൺ, ശക്തമായി തിളങ്ങുകയാണ്. ഹീറോകളുടെ കാലം കഴിഞ്ഞു, അയാൾ പറഞ്ഞു. ഇനി അത്ഭുതങ്ങളുടെ കാലമാണ്. ക്യാമറ 2 ഗ്ലാസ് സെല്ലുകളിലേക്ക് നീങ്ങുന്നുണ്ട്. ഒന്നിൽ അസാമാന്യമായ വേഗതയിൽ ഒരു വെള്ളിരേഖ പോലെ ചലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, മറ്റൊന്നിൽ ചുവന്ന കണ്ണുകളുള്ളൊരു യുവതി. അവളുടെ കൈചലനങ്ങളിൽ മരക്കട്ടകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് ദുഃഖവും രോഷവും ഒരുപോലെ നിഴലിച്ചു. വാൻഡ മാക്സിമോഫ്. അവളുടെ വിരൽത്തുമ്പിൽ നിന്ന് പുറപ്പെട്ട ആ ചുവന്ന ഊർജം വരാനിരിക്കുന്ന ഒരു വലിയ പുതിയ യുഗത്തിൻ്റെ കുഴപ്പങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒരു രാക്ഷസ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. അവഞ്ചേഴ്സ് എന്ന ആശയം തകർന്ന ഒരു ലോകത്തിന് മേൽ പതിക്കാൻ പോകുന്ന കൊടുങ്കാറ്റിൻ്റെ ആദ്യത്തെ ഇടിമുഴക്കം. ആ കൊടുങ്കാറ്റിന് അവർ തന്നെ പേരിടും ദ ഏജ് ഓഫ് അൾട്രോൺ. ഭൂമിയിൽ വീരഗാഥകൾ നിലച്ചപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കോണിലെവിടെയോ ഒരു പഴയ പാട്ടിനൊപ്പം ഒരു കള്ളൻ ചൂടുവെച്ചു. അവൻ മോഷ്ടിച്ച ആ ഗോളത്തിനുള്ളിൽ ഒരു ലോകത്തെ ചാരമാക്കാൻ കഴിവുള്ള ഇൻഫിനിറ്റി സ്റ്റോണിൻ്റെ തീയായിരുന്നു. അവനെ തേടിയെത്തിയതോ സംസാരിക്കുന്നൊരു റക്കൂണും കാലുകളുള്ള ഒരു മരവും. അതിനെല്ലാം മുകളിൽ ഈ കരുക്കൾ നീക്കുന്ന ഭ്രാന്തൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം പ്രപഞ്ചത്തിന് വേണ്ടിയിരുന്നത് വീരന്മാരെ ആയിരുന്നില്ല, ഒരു പറ്റം കാവൽക്കാരെ ആയിരുന്നു.